ഹലോ ഗൈസ്, നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് മായ ദിവാനെ, അക്ബർ ഖാൻസ് മായ ദിവാൻ. നമ്മൾ ബിഗ് ബോസിൽ അക്ബർ ഖാനിലെ അവരിറക്കുന്ന പുതിയൊരു ആൽബം, അതിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റാണ് ഇന്ന്. ആക്ച്വലി മൂൺ വാക്കിലാണ് ഞാൻ വിഷ്ണു പരിചയപ്പെടുന്നത്. അങ്ങനെ അതിൻ്റെ ഞങ്ങളുടെ പ്രൊമോഷൻ പിന്നെ ആ ഒരു റീബൗണ്ട് വന്നപ്പോൾ he was planning, എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു ആൽബം ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ട്, അപ്പം മേ ബി ഐ കോൾ യു എന്ന് പറഞ്ഞപ്പോൾ I was like okay നമുക്ക് ചെയ്യാം, നോ പ്രോബ്ലം, ഫുൾ സപ്പോർട്ട്. എന്നിട്ട് he called me. അത് കഴിഞ്ഞിട്ട് താങ്ക്സ് ടു തനു ആൻഡ് മൈ ടീം ദ ഡാൻസേഴ്സ്, ബിക്കോസ് നമ്മുടെ ഡാൻസിങ് വാസ് റിയലി ടഫ്. കാരണം കുറച്ച് ഫ്യൂ ഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഈവൻ ദോ സിമ്പിൾ സ്റ്റെപ്സ് ആയിരുന്നെങ്കിൽ പോലും പെർഫെക്ഷനിസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെടുത്തി. അതായത് 6 മണി തൊട്ട് രാവിലെ 3 മണി വരെ ഡാൻസ് പ്രാക്ടീസ്, അത് കഴിഞ്ഞ് 4 മണിക്ക് എനിക്ക് മേക്കപ്പ്. അല്ല, ഈ ഇപ്പൊ മൂൺ വാക്കിന്റെ ആണെങ്കിൽ പോലും ഇമ്പോണായിട്ടൊരു ടാലന്റ് ഉണ്ട്. അപ്പം ആസ് എ ഡയറക്ടർ ഐ എം ഹാപ്പി. പിന്നെ എന്താ ചെയ്യേണ്ടത്, എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ചെയ്യുമ്പോൾ വേണ്ടിയിട്ട് ഐഡിയ. സാധാരണ ചില ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ലൈക്ക് ഇഷ്ടമുള്ള ചെയ്തോ, ഇതാണ് സംഭവം എന്ന് പറയും. പക്ഷേ ഈ സെഡ് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഈസി ഫോർ മീ ടു. പിന്നെ തനു ഷീ റിയലി ഹെൽപ്പ് മീ വിത്ത് ദി കോസ്റ്റ്യൂം, എല്ലാ കാര്യങ്ങളും എൻ്റെ കൂടെ വന്ന് വിത്ത് കോസ്റ്റ്യൂം. കാരണം കോസ്റ്റ്യൂം എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നാൽ അക്കോർഡിംഗ് ടു ദിസ് ടീം ഷീ മേഡ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ മീ. പിന്നെ ഡാൻസേഴ്സ് ഞാനിങ്ങനെ എന്താ പറയുക, കിളി പോലെ ഇരിക്കുമ്പോൾ they help me, they ചെയ്യാൻ you got this, they supported me a lot. The whole team was really perfect. അവിടെ ഇങ്ങനെ അക്ബറിനെ പറ്റിയാണ് പറയാനുള്ളത് മെയിനായിട്ട്. അപ്പം he also ചെറിയൊരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ അക്ബറിനെ പഠിപ്പിച്ചത് was really great experience. എങ്ങനെയാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത്? ഓൾറെഡി അക്ബർ ഒരു പ്രൊഫഷണൽ സിംഗർ ആണ്. അതിൽ നിന്നും ഈ ഒരു ഡാൻസ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ആദ്യമൊക്കെ ഞാൻ ചെയ്യണോടാ വേണ്ട ഇങ്ങനെ പോരെന്നൊക്കെ പറഞ്ഞു, പക്ഷേ ചെയ്തെടുത്തു. പക്ഷെ ആഫ്റ്റർ ദാറ്റ് ഒന്ന് പറഞ്ഞു കൊടുത്ത് ഒരു 2-3 പ്രാവശ്യം ഞങ്ങളുടെ കൂടെ ആ ഡാൻസ് മൂവ്മെന്റ്സ് ചെയ്തു. ആൻഡ് ഹി ഡിഡ് ഇറ്റ് പെർഫെക്റ്റ്ലി. പിന്നെ ഹി റിമെമ്പേർഡ് ഡ്യൂറിംഗ് ദി ഷൂട്ട്. അതിൻ്റെ കൂടെ എല്ലാത്തിലും വാസ് റിയലി ഫൺ വിത്ത്. ആൻഡ് ഈവൻ ദി കോപ്പറേഷൻ വൈൽ എന്താ പറയുക ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഓക്കെ എങ്ങനെ ചെയ്യാറുണ്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ വിൽ ഡു ലൈക്ക് ദിസ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ കോപ്പറേറ്റഡ് ആയിരുന്നു. എവ്രിവൺ വാസ് എ ബോണ്ട്. അത് റിയലി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. കാരണം ഉണ്ടായിരുന്ന ലൊക്കേഷൻ വാസ് ലിമിറ്റഡ്, കാരണം ഒത്തിരി മൂവ്മെന്റ്സ് ഒന്നും പറ്റില്ല. ബട്ട് ദേ ഡിഡ് എ റിയലി ഗ്രേറ്റ് ജോബ്. ആ ഉള്ള സ്പേസ് വെച്ചിട്ട് അവര് ഇങ്ങനെയാണ് നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ സംസാരിക്കാൻ അറിയില്ല, പക്ഷെ ക്യാമറ പിടിക്കാൻ അറിയാമെന്നാണ് പറയുന്നത്. എന്നാലും ഞങ്ങൾക്ക് കേൾക്കണം, ഒരു 2 വാക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് പറയണം. അടിപൊളിയായിരുന്നു. എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അത് കുഴപ്പമില്ല. എന്നാലും ഞാൻ ഷൂട്ട് ചെയ്യാൻ എന്തായാലും എല്ലാവരും കാണുമല്ലോ. അത് നമുക്ക് എല്ലാവർക്കും നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യമാണല്ലോ. എന്നാലും ഇതിനെ പറ്റി എന്താണ് സംസാരിക്കാനുള്ളത്? മായ ദിവാനെ പറ്റി ഒരു 5 വരിയിൽ കുറയാതെ എന്താണ് സംസാരിക്കാനുള്ളത്? ഓക്കെ, 2 വരി ഒരു നല്ലൊരു ഐഡിയ കൊടുക്കുമോ? സുഖം സംസാരിച്ചോളൂ. എന്താണ് എക്സ്പീരിയൻസ്? അക്ബർ ഖാനായിട്ട് വർക്ക് ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? അതോടൊപ്പം തന്നെ മാക്ബ്രോ വില്ലയുമായിട്ട് ടീം അപ്പ് ചെയ്തു. എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്? ആൻഡ് ഓൾസോ ഇന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നു, സുഖിലിന്റെ മനസ്സിൽ എന്താണ് പറയാനുള്ളത്? എന്ന രീതിയിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ കോർ തീം എന്താണെന്ന് ഞങ്ങൾക്ക് ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 1 ത്രെഡ് എങ്കിലും. ടീമിനെ പറ്റിയിട്ടാണ് മായ ദിവാൻ. ഇപ്പോ ഈ പാട്ട് ഒരു അത്ഭുതം പോലെയാണ് ഉണ്ടായത്. സോ ഇതിന്റെ മീനിങ് അങ്ങനെയാണ് മായ ദിവാനെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഏൽപ്പിക്കുമ്പോൾ ഗ്രൂവിനെ പരിചയപ്പെടുത്തുമ്പോൾ ഗ്രൂവി ഡയറക്ഷൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ ചെയ്യും ഗ്രൂവി, എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഔട്ട് വന്നപ്പോൾ അത് വളരെ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനെ കണ്ടിട്ട്. നിങ്ങൾക്ക് ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് പറയാം. അതുപോലെ ഹർഷിത നല്ലപോലെ ചെയ്തു. സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. അതിനകത്ത് അക്ബറിന്റെ കൂടെ നല്ലപോലെ പിടിച്ചിരിക്കുന്നുണ്ട്.
പിന്നെ സുഖില് കിടന്നിട്ടൊക്കെ പിടിക്കണ്ടായിരുന്നു. പിന്നെ ഇതിനകത്ത് ഫോക്കസ് പുള്ളറിന്റെ കാര്യം പറയാൻ പറഞ്ഞത്. ഫോക്കസ് പുള്ളർ ഉണ്ട്, അടിപൊളി സീനാണ്. എന്താ പറയാ, അത് നിങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫോക്കസ് പുള്ളിയാണ് അതൊക്കെ. പിന്നെ സഞ്ജു ഏട്ടൻ, പിന്നെ ഡാൻസേഴ്സ് അവരെല്ലാം കട്ടയ്ക്ക് തന്നെ നിന്നു, ക്ഷീണിക്കാതെ, ഒട്ടും ക്ഷീണിക്കാതെ നല്ലപോലെ നിന്നു. പിന്നെ കോസ്റ്റ്യൂമിന്റെ പവർ വീഡിയോയിൽ കാണാം എത്താനും. അങ്ങനെ എല്ലാവരും, പിന്നെ ജുനൈദൊക്കെ എല്ലാത്തിനും ബാക്കിൽ നിന്നുകൊണ്ട് നമ്മളെ എല്ലാം നയിക്കുന്ന ഒരാളാണ് ജുനൈദൊക്കെ. എല്ലാവർക്കും അറിയാം ജുനൈദൊക്കെയാണ് പവറൊക്കെ. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്താണെങ്കിലും 2 വാക്ക് സംസാരിക്കണം. ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ ഇതിലെ ഇലകുഴിയെ തണലായരികെയണയും ഇടവഴിയെ ഋതുവായി നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴിയും പ്രണയവുമേ പ്രിയമായ കഥാരുലയും എന്നിലാദ്യമായി വന്നൊരീ തെന്നലീണത്തിലായി നീ നാരികാനായി വരി വീഞ്ഞു പോലെ നീ വന്നൊരീ രാത്രിയിൽ മിന്നലായി വാനായി മായാവനി മോഹമായി നീ ചൊല്ലിതെന്തുമായ നീ മായലോകമേന്തി വന്നു നിന്ന് മുന്നിലായി നീ ചേർന്നു വന്നിരേ മെല്ലയോരമായിരി മണ്ണിലായി നാം മുന്നിനി മായാത്ത ദൂരത്തായി ഭൂവിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീ ഇതിലെ ഇലകൊഴിയെ തണലായരികെയണയും ഇടവഴിയെ ഋതുവായി നദി പോലൊഴുകും മിഴിയരികെ മഴയായഴലും മഴിയും പ്രണയവുമേ പ്രിയമായ കഥാരുലയും. താങ്ക് യു. ഞങ്ങളോട് കണ്ടോണ്ടിരിക്കുന്ന അക്ബർക്കരെ എന്താണ് പെർഫോമൻസ് കാണുമ്പോൾ അങ്ങേക്ക് തോന്നുന്നത്? അക്ബറിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്ര ജെന്യൂൻ ആണ്. അവിടെ പലരും അവിടെ അഭിനയിക്കുന്ന ഒരുപാട് കണ്ടസ്റ്റൻസിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പല മൂവ്മെന്റുകൾ നമുക്ക് അങ്ങനെയൊക്കെ കാണാം. എന്താണ് പ്ലാൻ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. എന്റെ പ്ലാനാണ്, എനിക്ക് ഷോർട്ട് ഫിലിം ചെയ്യണമെന്നുണ്ട്. ഒരുപാട് മ്യൂസിക് വീഡിയോസ് ഞാൻ ഇതിൽ ആക്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്നെ വെച്ചിട്ട് എനിക്ക് ഓൺ മ്യൂസിക് വീഡിയോസ് ആസ് എ ഡാൻസർ ഞാൻ റീൽസ് ചെയ്യുന്നത് മാറിയിട്ട് ഒരു വലിയ വലിയ മ്യൂസിക് വീഡിയോസ് ആൻഡ് ലെവലിലൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നല്ലൊരു പ്രൊഫഷനൊക്കെ ചെയ്ത് അതേപോലെ സിനിമകളിൽ ഒരുപാട് കൊറിയോഗ്രാഫി ചെയ്യണം, ആക്ടറായിട്ട് മുന്നോട്ട് പോകും. നല്ല കാശ് ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ മറ്റുള്ളവർക്ക് സിനിമ എന്താണ് ഈ ഒരു മൊമെന്റിൽ ഞങ്ങളോട് സംസാരിക്കാനുള്ളത്? ആദ്യം വിഷ്ണു, എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ആൽബത്തിൽ ചെയ്തത്. ഞാൻ മായാ ദിവാനി എന്ന് പറയുന്നത് ഒരു